വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സ്നേഹത്തിൻ്റെ വലിയ സംഗീതമാണ് അവിടെ പറയുക, നമുക്ക് വായിക്കാൻ പറ്റുക. അതിൽ 1, 2, 3 വാക്യം നമ്മളോട് പറയുക, സ്നേഹമില്ലെങ്കിൽ നമുക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ലാത്ത വാക്കുകൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സ്നേഹമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് പോലും പ്രയോജനമില്ല. സ്നേഹമില്ലാത്ത ദാനധർമ്മത്തിനും നന്മ പ്രവർത്തിക്കും ഒരു പ്രയോജനമില്ല എന്ന് തന്നെയാണ് 1, 2, 3 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വാക്കിൽ സ്നേഹമുണ്ടാകട്ടെ, നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും സ്നേഹമുണ്ടാകട്ടെ, നമ്മുടെ ഓരോ നന്മ പ്രവർത്തിയിലും സ്നേഹമുണ്ടാകട്ടെ. എന്താണ് സ്നേഹം? സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു. മറ്റുള്ളവരാകട്ടെ നമ്മുടെ പ്രയോറിറ്റി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി നമ്മളായി മാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി മറ്റുള്ളവരായി മാറട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നവരായി മാറുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ വാക്കിൽ സ്നേഹമുണ്ടാകുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സ്നേഹമുണ്ടാകുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ നന്മ പ്രവൃത്തികൾക്ക് സ്നേഹമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടാകട്ടെ, വാക്കിലും പ്രവൃത്തിയിലും പ്രാർത്ഥനയിലും സ്നേഹമുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.